അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സിദ്ദീഖ് എടയൂര്, അതുപോലെ തൂവാനൂര് മാനത്തുപറമ്പിൽ മുഹമ്മദ് സാറിൻ്റെ മകൻ ഷാനവാസ്, ഇവരൊക്കെ നമ്മുടെ കോളേജിലേക്ക് സംഭാവനകൾ അയച്ചിട്ടുണ്ടെന്നറിഞ്ഞു. അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. റഹ്മുർ-റഹീമായ അല്ലാഹുവേ, കരുണയുള്ള രാജാതിരാജനായ സർവാധിപതിയായ അല്ലാഹുവേ, സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, എടയൂരുകാരനാണ് അദ്ദേഹം നമ്മുടെ കോളേജിന് വേണ്ടിയിട്ടുള്ള ഒരു വർഷത്തെ അദ്ദേഹത്തിൻ്റെ വിഹിതം ഒന്നിച്ച് അദ്ദേഹം അയച്ചിട്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. റഹ്മാനെ, അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ ഈ സദഖയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആവശ്യങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിദ്യാഭ്യാസം, മകൻ എഴുതുന്ന പരീക്ഷയുടെ വിജയം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളിൽ ഒരാവശ്യമാണ് റഹ്മാനെ. അല്ലാഹുവേ, ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് മക്കൾ നല്ല നിലയിൽ പഠിച്ച് ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തണമെന്നുള്ളത്. അല്ലാഹുവേ, റഹ്മാനായ നാഥ, ആ പിതാവിൻ്റെ ആഗ്രഹം പോലെ ആ മകൻ എഴുതുന്ന പരീക്ഷയിൽ വിജയം കൊടുക്കുകയും ആ മകൻ്റെ ആ വിദ്യാഭ്യാസത്തിൽ ഉയർന്ന പുരോഗതി നൽകുകയും ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, നീയാണ് പറഞ്ഞത് പേന കൊണ്ട് എഴുതി പഠിക്കണമെന്ന്, ബിസ്മി കൊണ്ട് എഴുതാൻ തുടങ്ങണമെന്നും, അതുപോലെ നീ ഖുർആനിൽ പഠനത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നീ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, അതനുസരിച്ച് ഓരോരുത്തർക്കും അവരവരുടെ ബുദ്ധി അനുസരിച്ചുള്ള പഠനങ്ങൾ ഇവിടെ നടക്കണ്ടേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും നീ നൽകണേ തമ്പുരാനെ. എഴുതുന്ന പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, റഹ്മാനായ നാഥ, അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിച്ച കുടുംബത്തിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പഠിച്ചവനെ, അല്ലാഹുവേ, ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുത്താൽ മകൾ സുഖമായി ജീവിക്കുന്നത് ഏതൊരു മാതാവും പിതാവുമാണ് ആഗ്രഹിക്കാത്തത്. അല്ലാഹുവേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഈ മകളോട് അവർക്ക് പ്രത്യേകമായ കരുണയും സ്നേഹവും സന്തോഷവും കൊടുക്കണേ തമ്പുരാനെ. മകളെ സ്നേഹിക്കുന്ന, മകൾക്ക് മവദ്ദത്തും റഹ്മത്തും കൊടുക്കുന്ന ഒരു ഭർത്താവിനെ നീ നൽകണേ തമ്പുരാനെ. അത് അവരുടെ ഭർത്താവ്, ആ കുട്ടിയുടെ ഭർത്താവ് അങ്ങനെയുള്ള ആളാകണേ റഹ്മാനെ. റഹ്മുർ-റഹീമായ അല്ലാഹുവേ, ആ സഹോദരൻ്റെ ബന്ധുവീടുകളിൽ ഉള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിലും, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എന്താണെങ്കിലും അത് മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പരസ്പരം രണ്ട് കുടുംബങ്ങളും ഐക്യത്തോടെ, ഒരുമയോടെ, സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത് കാണാൻ നാട്ടുകാർക്കും അയൽവാസികൾക്കും ഞങ്ങൾക്കുമെല്ലാം അവസരം തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇതെല്ലാം കാണുന്നവനും കേൾക്കുന്നവനും നീയാണ് റബ്ബേ. അവരുടെ ആഗ്രഹം എന്തൊക്കെയാണോ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി, ഞങ്ങളുടെ ഉസ്താദ് സ്ഥാപിച്ച സ്ഥാപനത്തിന് വേണ്ടി, ഞങ്ങളുടെ ഷെയ്ഖ് സ്ഥാപിച്ച സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിരന്തരമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരനാണ് അല്ലാഹുവേ. ആ സഹോദരനെ നീ കൈവിടല്ലേ അല്ലാ, നീ ഉപേക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ആ സഹോദരനെ നീ ഏറ്റെടുക്കണേ റബ്ബേ. ആ സഹോദരൻ്റെ കുടുംബത്തെയും ഏറ്റെടുക്കണേ തമ്പുരാനെ. ആ സഹോദരനിക്ക് എല്ലാവിധ ദുന്യവിയും ഉഖ്റവിയുമായ നേട്ടങ്ങളും വിജയങ്ങളും സന്തോഷങ്ങളും നീ നൽകണേ തമ്പുരാനെ. ആ മക്കളുടെ കാര്യത്തിൽ അവരുടെ